ഹലോ ഗായ്സ്, അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എവിടേക്കാ പോണം? ഒരു ഇതിനോട് ചോദിക്കുമ്പോ പോവാ ചോദിച്ചപ്പോ പോവാ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ് ഗായ്സ്. അപ്പൊ സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ഞാനതിപ്പോ പറയാട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട് കേട്ടോ, പോവാല്ലോ. അപ്പൊ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോ എവിടേക്കാ പോണത്? അതെവിടെയാണ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വന്നിട്ട് പേര് വന്നതെന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പേര് എനിക്ക് അങ്ങനെ പിടുത്തമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയത് പല്ലശ്ശേനിക്കാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും ചേച്ചി മാത്രമല്ല. അപ്പൊ അവര് വല്ലാത്തൊരു മിസ്സിങ് തന്നെയാണ്. അപ്പൊ വരൂ, നമുക്ക് എൻ്റെ നാടൊന്ന് കണ്ടാലോ. ഇതാണ് ലാഴിപ്പുഴ. അപ്പൊ ഇത് ഏകദേശം നിങ്ങൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡൊന്നും കാണൂല കേട്ടോ. ഇപ്പൊ കാണുന്നതൊന്നും കാണൂല. മഴയൊക്കെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടെങ്കിൽ തീരെ ഇവിടെ നിന്ന് വരാൻ കഴിയൂല. വേറെ വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നാടാണ് കേട്ടോ അത്. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാൻ കേട്ടോ. നന്നായിട്ട് വലിയൊരു സെറ്റപ്പാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ ജോയിൻ്റ് ആണ് ഈ ഡാം മറ്റേ ചെറിയതായിട്ട് ഈ മറ്റേ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലുതാണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി മൊത്തം ഈ പുഴ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്കിത് എപ്പോഴും കാണാൻ കഴിയും. അപ്പോൾ നല്ല ഗ്രീനി വൈബ് തന്നെയാണ് മൊത്തത്തിൽ. ഈ വഴി റൂട്ട് പാടൂർ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. പല്ലശ്ശേന എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 1.5 മണിക്കൂറിൻ്റെ ഓട്ടമൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന മൊത്തം കൃഷി തന്നെയാണ്. പാടങ്ങളും കുറെ മരങ്ങളും ഒക്കെ കണ്ടിങ്ങനെ പോകും. നല്ല കാറ്റാണ്. ഇപ്പൊ നല്ല വൈബ് തന്നെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പതുക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത്. നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങൾ നെട്ട് എന്തൊന്നും മറന്നുകൂടാ. അപ്പോൾ ഇതാ ഈ സാധനമാണ്, ഈ കാണുന്ന ഒരു ഇതാണ് ബാറാണ് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, വീടാണെന്നൊന്നും വിചാരിക്കരുത്. ഈ മുഴുവനുള്ള കോമ്പൗണ്ട് മൊത്തം ഉള്ളത് ഒരു ബാറാണ് കേട്ടോ. പാടൂരിലുള്ള ഒരു ബാറാണ് കേട്ടോ. ഞാൻ പറയണമെന്ന് നിന്നതാണ് ഞാൻ ഇപ്പോഴും കാണിക്കണം വിചാരിച്ചത്, പക്ഷെ സമയം കിട്ടിയില്ല പറയാണ്. അപ്പോൾ അത് നല്ല വലിയൊരു ബാറാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആരൊക്കെയാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, റിതു, ഏട്ടൻ, അച്ഛ, അപ്പുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അപ്പുണ്ട്.
അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് നല്ല അടിച്ച് പൊളിച്ച ഒരു വൈബിൽ തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ നല്ല രസമാണ് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു രസമാണ് കാണാൻ. എത്ര മലകളുണ്ട് അറിയോ, നല്ല കൃഷിയും പാടൊക്കെ കണ്ട് ഞങ്ങൾ ആ മല കാണുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുഖം ഒരു മൂക്കില്ല മാതിരി. നിങ്ങൾക്ക് കണ്ടിട്ടോ? നിങ്ങളൊന്ന് കമന്റിൽ പറയണം കേട്ടോ. അത് കണ്ടിട്ട് എന്തോ ഒരാൾ കിടക്കുന്ന മാതിരി ഒരു മുഖം മാത്രം ഇങ്ങനെ കിടന്ന് കാണുന്ന മാതിരി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലത്തൂരെത്തി. മെയിനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടും പോകണം ഞങ്ങൾക്ക്. ഞങ്ങൾ പോകുന്ന വഴി മൊത്തം ഇതാ കണ്ടില്ലേ. പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോകുന്ന വഴിക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അവർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫുൾ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ സ്ഥലം എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവഴി പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു വീട്ടിലാണ് കേട്ടോ തറവാട്ട് കാവ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എത്താനായിട്ടുണ്ട്. ഈ ഇടവഴി കഴിയുമ്പോഴേക്കും എത്തും. അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മുടക്കങ്ങളാണ്. എത്ര വർഷങ്ങൾ, ഒരു 4-5 വർഷങ്ങളായിട്ടുണ്ട് ഞങ്ങൾ ഇതിലേക്ക് വരുന്നിട്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളും ഓരോ മുടക്കങ്ങളാണ്. അപ്പോൾ എങ്ങനെയോ ഈ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഇല്ലാന്നുള്ളൂ. അമ്മ ഇതിന് മുന്നേ പോകുന്നതിന് മുന്നേ വന്ന് പോയതാണ്. ഋതു ഉറങ്ങുന്നതായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ കൊണ്ട് തല ഒന്ന് മുട്ടിപ്പോയി. അപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അമ്പലം വന്നിട്ട് ഇവിടെ ആയിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ അത് ചേഞ്ച് ആക്കി. കുറെ വർഷങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ നല്ല മാറ്റങ്ങളുണ്ട്. അപ്പൊ പൂജാരിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അമ്മമ്മയാണ് ചെയ്തു തന്നത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മ. ഞങ്ങൾ ചെറുപ്പത്തൊക്കെ വരുമ്പോൾ ഇതിന്റെ ഈ വഴിക്കൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു പാടമുണ്ട്, കിണറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നല്ല രസത്തിൽ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് നന്നായി കളിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കഴിഞ്ഞില്ല. പോയി തൊഴാൻ തന്നെ നല്ല സമയം ഉണ്ടായിരുന്നു. ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി തൊഴുത് പോന്നു. ഉള്ളിലേക്ക് കയറി മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ ചേഞ്ചിങ് തന്നെയാണ്. മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞാൽ മൊത്തത്തില് ഈ അമ്പലം തന്നെയാണോ എന്നുള്ള ഒരു തോന്നൽ തന്നെ വന്നുപോയി. അപ്പൊ അത്രയ്ക്കും ചേഞ്ച് ആയിരുന്നു. അപ്പൊ ഞങ്ങള് പോയത് വേഗം ഇറങ്ങി. പിന്നെ അങ്ങനെ ഇറങ്ങിയ ശേഷം ഞങ്ങള് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞങ്ങൾ ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കൈയൊക്കെ കഴുകി എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് സെറ്റായിരുന്നു. അപ്പൊ ഏട്ടനൊന്നും വന്നില്ല. പിന്നെ ആരും ഭൂരിയാണ് ഓർഡർ ചെയ്തത്. ഏട്ടൻ ദോശയാണ് പറഞ്ഞത്. അപ്പൊ ദോശ ചുറ്റു വരുമ്പോൾ 2 മിനിറ്റ് വൈകിപ്പോയി. അപ്പൊ ഞാൻ പകുതി ഭൂരിയൊക്കെ തിന്ന് കഴിഞ്ഞു. അപ്പൊ ഏട്ടൻ എൻ്റെ അടുത്തുനിന്ന് വടയൊക്കെ എടുത്ത് തിന്ന്. അപ്പൊ ഞങ്ങൾ എങ്ങനെ കഴിച്ച്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വെറുതെ എല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ ഏത് സമയം വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കല്. അമ്മേനെയും ചേച്ചിനെയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്ന് ഞങ്ങൾ കഴിച്ച് നീറ്റ് പിന്നെ ഞങ്ങൾ പോവാൻ നിന്ന്. അപ്പൊ പേ ചെയ്യാൻ വേണ്ടി നിന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പൂസ് വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു. അപ്പൊ എല്ലാവരും ഓരോ ഭാഗത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഏട്ടനാണ് കേട്ടോ വണ്ടി ഓടിച്ചത്. അപ്പൊ ഞങ്ങള് വേഗം ഇവിടെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ സെറ്റിലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളവർ ഹാർട്ട് എടുക്കുക. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാണ്ടെങ്കിലും ഒന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ പറയുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.